കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കും. തോടുകളും കാനകളും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് വൃത്തിയാക്കുക. വെള്ളക്കെട്ടിനെ ചൊല്ലി കളമശ്ശേരി നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ പോരിപ്പോഴും മുറുകുകയാണ്. വെള്ളം കയറിയ വീടുകളിൽ ശുചീകരണ പരിപാടി തുടരുന്നു. കളമശ്ശേരി മൂലേപ്പാടത്ത് നിന്ന് എ ശ്രീകാന്ത് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, വിവരങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വെള്ളം കയറി അടുക്കളയും ഈ സാധന സാമഗ്രികളും ഒക്കെ പൂർണ്ണമായും മുങ്ങിയ ഒരു വീട്ടിൽ നിന്നാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഫ്രിഡ്ജൊക്കെ എടുത്ത് ഇപ്പോൾ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഈ അടുക്കളയ്ക്കുള്ളിൽ ഈ സാധന സാമഗ്രികളൊക്കെ തന്നെ താഴെ വെച്ചിരുന്നതാണ്, അതെല്ലാം എടുത്ത് ഉയർത്തി വെച്ചിരിക്കുന്നു. ഇന്ന് ഇവിടെ ക്ലീനിങ്, ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് നേരത്തെ. ഇന്നലെ മന്ത്രി പി രാജീവ്. പക്ഷേ ഇന്നിപ്പോൾ ഇതുവരെയും ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഒരു പക്ഷേ അല്പസമയത്തിനകം ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ താഴെ വെച്ചിരുന്ന സാധനങ്ങൾ, ഈ ലാപ്ടോപ്പ് അടക്കമുള്ളവ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റ് ഈ പ്രധാനപ്പെട്ട ഈ ഹാളിലിരുന്ന കസേരകൾ, അതോടൊപ്പം ബെഡ്റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന കട്ടിലുകൾ, അതിലെല്ലാം തന്നെ വെള്ളം കയറി. ഇപ്പോൾ അതെല്ലാം ഒരുവിധം വീട്ടുകാർ തന്നെ ക്ലീൻ ചെയ്ത് ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഏതാണ്ട് ഒരു 100-400 ഫാമിലികളുണ്ട്, കുടുംബങ്ങളുണ്ട്. പക്ഷേ പലരും ഇതുവരെയും ഇപ്പോൾ ഈ ക്ലീനിങ് തൽക്കാലം ചെയ്യണ്ട, ഇനി അടുത്ത മഴ കൂടി നോക്കട്ടെ എന്നൊരു അവസ്ഥയിലാണ് അവരെല്ലാവരും തന്നെ ഉള്ളത്. കാരണം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്ത് വലിയ പ്രതിസന്ധിയിലാകാം കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വീട്ടിന്റെ ഉടമസ്ഥൻ നമ്മളോടൊപ്പം ചേരുന്നു. ഇത് വലിയ തോതിൽ വെള്ളം കയറി പ്രശ്നമായിരുന്നു ഇവിടെ? ആയിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ജനൽ ഒപ്പം വെള്ളം കയറി, ജനലിന്റെ ഒരു പകുതി വരെ വെള്ളം കയറി. ഞാനിവിടെ വന്നിട്ട് 20 കൊല്ലമായി. പക്ഷെ 40 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുവരെയും ഈ രണ്ട് പഴയ വീടുകളിൽ ഒരു 10-20 വീടുകളിൽ വെള്ളം കയറുന്നതല്ലാതെ ഞങ്ങളുടെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് വരെ വന്നിട്ടുള്ളൂ. ഈ ആരെങ്കിലും നഗരസഭയിൽ നിന്ന് ശുചീകരണത്തിന് ഇന്ന് രാവിലെ വന്നിരുന്നു ഇവിടെ? ഇതുവരെ ആരും വന്നിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വെള്ളം കയറാനുള്ള 3 കാരണങ്ങളാണ്. ഒന്ന്, ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഒന്നാമത് ഉള്ള കാനകളെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. ആ അടച്ചിരിക്കുന്ന എല്ലാം വേസ്റ്റ് വന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് അത് ഫില്ലായി കിടക്കുകയാണ്. ഒന്നത്. പിന്നെ HMD റോഡ് നവീകരിച്ചപ്പോഴേ ഈ പുതിയ കാനകളൊക്കെ പണിതു. ഈ കാനകൾ പണിയുന്നതിന് മുമ്പ് ആ പോളിടെക്നിക്കിന്റെ സൈഡിൽ കൂടെ നോർത്തേൺ സൈഡിലോട്ട് പോയിക്കൊണ്ടിരുന്ന വെള്ളം ഈ ഇങ്ങോട്ട് ഒരു 6-7 ഔട്ട്ലെറ്റുകൾ. ഒപ്പം തന്നെ കയ്യേറ്റവും ഈ ഭാഗത്ത് കുറേയധികം അതുപോലെ ആശിഷ് കൺവെൻഷൻ സെന്ററിന്റെ അടുത്തുള്ള ഒരുപാട് മലകളൊക്കെ ആയിരുന്നു. അതെല്ലാം കെട്ടിടങ്ങളാക്കിയപ്പോൾ അവിടുന്നുള്ള വെള്ളവും കൂടെ ഇങ്ങോട്ട് വീഴുന്നുണ്ട്. ഈ വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി ഇവിടുത്തെ പൈപ്പിനില്ല. കാരണം ഒരു 100 ലിറ്റർ വെള്ളം വരുവാണെങ്കിൽ 10 ലിറ്റർ വെള്ളം പോകാനുള്ള ആ സംവിധാനമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെ കുറെ അധികം പ്രശ്നങ്ങളും പറയുന്നുണ്ട്. ഈ വീട്ടിനുള്ളിലൊക്കെ തന്നെ നമുക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു. ഇന്നിപ്പോൾ ആ വീട്ടുകാരൊക്കെ തന്നെ രാവിലെ വന്ന് ഇവിടെ ക്ലീനിംഗ് ഒക്കെ കഴിഞ്ഞ് ചപ്പുചവറുകൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നതും കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ വീടിന്റെ ജനാല വരെ വെള്ളം കയറി എന്നുള്ളതാണ് SKN പറയുന്നത്. അതായത് ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയതിലൊക്കെ തന്നെ ലാപ്ടോപ്പിൽ വെള്ളം കയറി, ഫ്രിഡ്ജിൽ വെള്ളം കയറി, ടിവിയിൽ വെള്ളം കയറി, ഇട്ടിരുന്ന കസേരകളിൽ വെള്ളം കയറി, കട്ടിലുകളിൽ വെള്ളം കയറി, അങ്ങനെ പൂർണ്ണമായും വെള്ളവും ചെളിയുമായിരുന്നു. നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല, ഇങ്ങോട്ടാരും വന്നിട്ടില്ല. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത്. എന്നിട്ടും രാവിലെ ഇതുവരെയും ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. വീട്ടുകാർ തന്നെ ചെറിയ രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായി ശുചീകരിക്കുന്നില്ല. ഇനി മഴ പെയ്താൽ വെള്ളം കയറുമെന്ന ഭീതിയുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.